Hi friends, എല്ലാവർക്കും ഷെയർ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാർച്ച് 5 സ്റ്റോക്സും നിഫ്റ്റിൻ്റെ ലെവൽസും ആണ് നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഇന്ന് നല്ല ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അതിനുശേഷം നമ്മുടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത റീജിയൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാളെ നമുക്കൊരു പ്രധാനപ്പെട്ട ലെവൽസ് ആവാൻ ചാൻസ് ഉള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ലെവൽസ് നോക്കിയാൽ മനസ്സിലാവും. ഇത് നമ്മൾ ഇന്നലെ വരച്ച ലെവൽസാണ്. ഈ ലെവൽസ് നല്ല രീതിയിൽ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ റീജിയൻ ഒന്ന് സപ്പോർട്ട് എടുത്തു. വീണ്ടും ഈ റീജിയൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഈ റീജിയൻ നമ്മൾ ഇന്നലെ വരച്ചതായിരുന്നു. ഈ റീജിയൻ റെസിസ്റ്റൻസ് എടുത്തു, റീട്രേസ്മെൻറ്റ്, വീണ്ടും മുകളിലേക്ക് പോയി. ഇത് നമ്മൾ അതിന് ശേഷം വരച്ചതാണ്. അതിനുശേഷം റിട്ടേൺ വന്നിട്ടും ഈ ഒരു റീജിയൻ നിന്നാണ് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലത്തെ റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മിനിമം ആയിരിക്കും, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാളത്തേക്കുള്ള ലെവൽസ് നോക്കാം. നമ്മൾ കുറേ ലൈൻസ് വരച്ചിട്ടു. ഓക്കെ, നമ്മളിനി ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീജിയനാണ്. ഓക്കെ, ഈ ഒരു റീജിയൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഈ റീജിയൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയനാണ്. അപ്പോൾ നാളെ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ട്രെൻഡ് ലൈൻ വരച്ചിടാം. അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നാളെ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇതൊരു 15,000 എന്നുള്ള റീജിയനാണ്. ഈ 15,000 എന്നുള്ള റീജിയനാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോയിൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റ് റീജിയനും ഉണ്ട്. ഓക്കെ, ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റീജിയനാണ്. ഈ ഒരു റീജിയൻ ഫ്ലാറ്റാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇത് സപ്പോർട്ട് എടുക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈ എൻട്രിക്ക് പരിഗണിക്കാം. ഇതിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യാനും കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് പോലും റീട്രേസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലെവൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ റീജിയൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റീജിയൻ ഇതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും വരച്ചിട്ടേക്കാം. ഇപ്പോൾ നാളെ നമുക്കൊരു സെൽ എൻട്രിക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്നത് 15,100 ലെവലാണ്. ഇതൊരു 15,200 ലെവലാണ്. ഈ റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കൂടി ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു റീജിയനും ബ്രേക്കൗട്ട് നൽകുകയാണെങ്കിൽ നല്ല മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് ഭയങ്കര വോളാറ്റൈലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ട്രേഡൊക്കെ എടുക്കുമ്പോൾ റിസ്ക് റിവാർഡും കീപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യുക. ഇൻട്രാഡേയിൽ ട്രേഡ് എടുക്കുന്നവർ ഈ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ എൻട്രിക്ക് തന്നെ പരിഗണിക്കാം. ഓക്കെ, നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ലെവൽസ് പറയുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ ചാനൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നാളെ ഈ ഒരു ലെവലിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിൻ്റെ ലെവൽ വരെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 35,600 എന്നുള്ള ലെവലിന് താഴത്തേക്ക് നമുക്കൊരു ഫോളും എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോക്സിനെ കുറിച്ച് പറയുകയാണ്. ഫസ്റ്റ് ഇന്ത്യ സിമെൻ്റ് ആണ്. ഇന്ത്യ സിമെൻ്റ് 185 റീജിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സോൺ നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഓക്കെ, പ്രാവശ്യം വന്ന് ട്രൈ ചെയ്തു, വീണ്ടും റീട്രേസ് ചെയ്തു, വീണ്ടും വന്ന് ട്രൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്നർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നതിന് ശേഷം വീണ്ടും റീട്രേസ് ചെയ്ത് മുകളിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നമുക്കൊരു നല്ലൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അംബുജ സിമെൻ്റ് ആണ്. സിമെൻറ്റ് വിഭാഗം നല്ല മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു അറിയാം. അതിന് ബ്രേക്ക് ഔട്ട് വന്നിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അംബുജ സിമെൻറ്റിനെയും കൂടി പരിഗണിച്ചത്. L&T ഫിനാൻസ് ആണ്. ഓക്കെ, ഇത് ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ആ റീജിയനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തുണ്ടായ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം.
ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഡൗൺവേർഡ് പ്രഷർ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. റിലയൻസ് ആണ്. റിലയൻസ് ഈ ഒരു റീജിയൻ ഓക്കെ നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് റീജിയൻ ആണ്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്വേർഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺവേർഡ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അപ്വേർഡ് മൊമെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ നമുക്കൊരു അപ്വേർഡ് മൊമെൻറ്റത്തിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോളോ ടയറാണ്. അപ്പോളോ ടയർ ഇന്ന് നല്ല മൊമെൻ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഈ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ഓക്കെ ഇത് നല്ലൊരു പ്രൈസ് ആക്ഷൻ മൂവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നാളെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ല ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അതായത് ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവൽസ് സെറ്റ് ചെയ്യാം. ഇന്ത്യ സിമെൻ്റ് ആണ്. 186 രൂപയ്ക്ക് മുകളിലേക്കാണ് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉള്ളത്. ഇനി നാളെ ഈ ഒരു റീജിയനിലൊക്കെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണ്, ഒരു 15 മിനിറ്റ്സ് നല്ല ബുള്ളിഷ് ക്യാൻഡിലൊക്കെ തരികയാണെങ്കിൽ ഒരു ബൈ എൻട്രിക്ക് നമുക്ക് പരിഗണിക്കാം. ഇത് അംബുജ സിമെൻ്റ് ആണ്. അംബുജ സിമെൻ്റ് ഈ ഒരു റീജിയൻ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റീജിയൻ ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 300 വരെയുള്ള മൂവ്മെൻറ്റൊക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ LNT ഫിനാൻസ് ആണ്. ഇതൊരു ഡോജി ടൈപ്പ് ക്യാൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു ബൈയിങ് പൊസിഷനും, ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺവേർഡ് മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്തിട്ടൊരു സെൽ എൻട്രിക്ക് നമ്മൾ പരിഗണിക്കും. റിലയൻസ് ആണ്. റിലയൻസ് അതുപോലെ ഡോജി ടൈപ്പ് ക്യാൻഡിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു റീജിയന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഈ ഒരു റീജിയൻ താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോളോ ടയറാണ്. അപ്പോളോ ടയർ 261 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 250 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ സ്വിംഗ് പിക്സ് ഒക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.